തൊടുപുഴ നഗരസഭാ യോഗത്തിൽ UDF ബഹളം. സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF തന്നെ പുറത്താക്കണമെന്ന ആവശ്യം. UDF അംഗങ്ങൾ കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേർന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യം? വേണു, പ്രധാനമായിട്ടും ഈ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ സനീഷ് ജോർജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവധിയിലായിരുന്നു. ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നാലെ LDF ഉൾപ്പെടെ ചെയർമാന്റെ പിന്തുണ പിൻവലിച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൗൺസിൽ യോഗം കൂടിയത്. അതിന് ഈ LDF തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സനീഷ് ജോർജിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി UDF രംഗത്ത് വരികയായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. മാത്രമല്ല, വൈസ് ചെയർപേഴ്സൺ ആണ് ഇപ്പോൾ അധ്യക്ഷന്റെ സ്ഥാനം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈസ് ചെയർപേഴ്സൺ ചെയർമാനെ പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെയാണ് UDF അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങിയത്. എന്തായാലും LDF UDF അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ള ആരോപണവുമായി BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലുണ്ട്. നിലവിൽ LDFും UDFും BJPയും ഈ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ LDF പിന്തുണയോടുകൂടി വിജയിച്ച ആളായിരുന്നു സനീഷ് ജോർജ്. എന്തായാലും സനീഷിനുള്ള പിന്തുണ ഈ വിഷയം വന്നതിന് ശേഷം, കൈക്കൂലി കേസിൽ പ്രതിയായതിനു ശേഷം LDF പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം LDF നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF തന്നെ ഈ സനീഷ് ജോർജിനെ പുറത്താക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇപ്പോൾ എന്തായാലും UDF അംഗങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ, എന്താണ് ഭരണപക്ഷത്തിന്റെ പ്രതികരണം? രാഹുൽ, കേൾക്കാമോ? എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തോട് ഭരണപക്ഷത്തിന്റെ നിലപാട്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് നിലവിൽ ഭരണപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും രാജി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് LDFും പിന്നോട്ട് പോയിട്ടില്ല, അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ BJPയുടെയും UDFിന്റെയും പിന്തുണ തേടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതില്ല. അതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിനില്ല എന്നുള്ള നിലപാടാണ് പ്രധാനമായും ഭരണപക്ഷവും മുന്നോട്ട് വെച്ചത്. എന്തായാലും നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ നിയമം പഠിച്ചിട്ടാണ് കൗൺസിൽ ഹാളിലേക്ക് കയറി വന്നത്. നിയമപരമായി ഞങ്ങൾ ഒപ്പിട്ടു. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ കൗൺസിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും രാജിവെക്കാതെ UDF കൗൺസിലർമാര് ഈ കൗൺസിൽ ഹാളിൽ കൗൺസിൽ അനുവദിക്കുന്ന പ്രശ്നമേയില്ല. ഒരു അജണ്ട പോലും ഇവിടെ നടക്കുകയില്ല. ഇവിടുത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 3.5 വർഷം ഉണ്ടായിട്ട് എന്താണ് നടന്നത്? എടുത്തു പറയാൻ എന്താ ഒരു വികസന കാര്യം ഇവിടെ നടത്തിയിട്ടുള്ളത്? ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴിയും. അവരിപ്പോഴും നടത്തിക്കൊണ്ടായിരിക്കുന്നത്. ഈ ശൂന്യതയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വികസന പ്രവർത്തനത്തിന് എപ്പോഴും ഒരു ചെയർമാൻ വേണം എന്ന കാര്യത്തിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല, ഒരു കഥയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 3.5 വർഷക്കാലമായി മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു കൊടുക്കുവാൻ ഈ ചെയർമാനും ഈ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഈ പാർക്കിന്റെ നവീകരണ പ്രവർത്തനം എന്തെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്നാ ഇത് വ്യഭിചാര ശാലയായി മാറിയില്ലേ ഈ പാർക്ക്? ആരെങ്കിലും അതിലേക്ക് നോക്കുന്നുണ്ടോ? അവിടെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ നഗരസഭ. എഞ്ചിനീയറിംഗ് സെക്ഷനിലെ AE ഉൾപ്പെടെ ഇനിയും പല ആളുകളെയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. എവിടെ മാറ്റിവെക്കപ്പെട്ട 14 ഫയല്? ആ 14 ഫയല് വെളിച്ചം കണ്ടിരിക്കുകയാണ്. എത്ര രൂപയാണ് അതിന്റെ പിന്നിൽ അഴിമതി നടത്തിയെന്നുള്ളത് ഈ ഭരണസമിതി പറയണം. ഈ ഇടതുവശം പറയണം. ഇവര് പിന്തുണ കൊടുത്ത ചെയർമാനെയും ഇവിടുത്തെ AEയെയും ഇവരെല്ലാം സംരക്ഷിച്ച ഇവരതിന് മറുപടി പറയണം. മറുപടി പറയാതെ UDFിന്റെ കൗൺസിലർമാര് അടങ്ങിയിരിക്കുന്ന പ്രശ്നമല്ല, ഇവിടെ ഒരു കൗൺസിലും നടക്കുകയുമില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ കൂറുമാറ്റത്തിലൂടെ ഈ കൗൺസിലിനെയും ഈ ചെയർമാനെയും വൈസ് ചെയർപേഴ്സണെയും ഇവിടെ ഈ ചെയർപേഴ്സൺ അല്ല, അയോഗ്യയാക്കപ്പെട്ട വൈസ് ചെയർപേഴ്സണെയും ഇവിടെ പ്രതിഷ്ഠിച്ചത് LDF ആണ്. അതുകൊണ്ട് LDFന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവർ പിന്തുണ പിൻവലിച്ചാൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള
ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവരത് നിർവഹിക്കുമെന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അവർ നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കടന്ന് നിർവഹിക്കും. അത്ര ഉള്ളു കാര്യം. ഇവിടെ ഇപ്പോൾ കൗൺസിൽ കൂടുക എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരനായ ചെയർമാന്റെ കസേരയിലിരുന്ന് അഴിമതിക്കാരനായ ചെയർമാന് വേണ്ടിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് വൈസ് ചെയർപേഴ്സൺ ഇവിടെ കൗൺസിൽ കൂടുന്നത്. അങ്ങനെ അനുവദിക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ ജനങ്ങൾ വെള്ളരിക്കപ്പെട്ടതാണോ? ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? അങ്ങനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് വിഷയം. തൊടുപുഴ നഗരസഭയിൽ സമാനതകളില്ലാത്ത അഴിമതിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചെയർമാൻ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരിടത്ത് നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയർമാൻ കൈക്കൂലി പിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ചെയർമാനെ വിജിലൻസ് പ്രതി ചേർത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോകേണ്ടായിരുന്നു. അദ്ദേഹം രാജിവെച്ച് പോകാത്ത സാഹചര്യത്തിൽ ഇവിടെ അയാളെ പുറത്താക്കാനുള്ള നിയമമുണ്ട്. 35 കൗൺസിലർമാരിൽ 12 പേര് ഒപ്പിട്ടാൽ മാത്രമേ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ BJPക്ക് 8 പേര് മാത്രം ഉള്ളതുകൊണ്ടാണ്, അതാണ് ഞങ്ങളുടെ ദൗർബല്യം. ഞങ്ങൾ 8 പേര് ഒപ്പിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. 8 പേര് ഒപ്പിട്ട നോട്ടീസുമായിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ. എന്തിയെ LDFും UDFും അവിശ്വാസ പ്രമേയത്തിന് സഹകരിക്കാത്ത? LDFുകാരും പറയുന്നു പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നു. ഈ ചെയർമാനിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അപ്പൊ LDFുകാർ കൊണ്ടുവരേണ്ടായിരുന്നു, അവർ കൊണ്ടുവന്നില്ല. നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ, ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ UDF കൗൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കുവാൻ വേണ്ടി തയ്യാറാകണം. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നഗരസഭയിൽ ദൈനംദിനം നടക്കുന്ന ഭരണകാര്യങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതിനോട് BJPക്ക് യോജിപ്പില്ല. BJPക്ക് എന്നും ഈ ചെയർമാനെ പുറത്താക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് LDFും UDFും BJPക്ക് ഒപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തൊടുപുഴ നഗരസഭ ചെയർമാനെ എതിരായ കൈക്കൂലി കേസിൽ UDF കൗൺസിലർമാർ യോഗത്തിൽ ബഹളമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രതികരണമാണ് കണ്ടത്.